ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവേദ പുസ്തകത്തിൻ്റെ പ്രധാനമായ 2 ഭാഗങ്ങളാണല്ലോ പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ എഴുത്തുകൾ എന്ന നിലയിൽ 16 പുസ്തകങ്ങളുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നിവരെ വലിയ പ്രവാചകന്മാരായും, ഹോശയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഖൂം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സഖര്യാവ്, മലാഖി എന്നിവരെ ചെറിയ പ്രവാചകന്മാരായും വേദപുസ്തക പഠിതാക്കൾ തരംതിരിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ പ്രവചന പുസ്തകമായാണ് കാണുന്നത്. ഈ പുസ്തകത്തിലെ പ്രവാചകൻ ക്രിസ്തുവാണ്. മേലിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ യേശുക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനായ യോഹന്നാന് കാണിച്ചു കൊടുത്തു എന്ന് വെളിപ്പാടിൻ്റെ 1:1 പറഞ്ഞിരിക്കുന്നു. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ മുതലായ ലേഖനകർത്താക്കളുടെ എഴുത്തുകളിലും അനവധി പ്രവചന ഭാഗങ്ങളുണ്ട്. ഈ എഴുത്തുകാർ ഏവരും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം 1:20-21 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരമാണ് വായിക്കുന്നത്: തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മേൽ പറഞ്ഞവരെ കൂടാതെ വേറെയും പല പ്രവാചകന്മാരും തിരുവെഴുത്തിൽ സുപ്രധാനമായ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശുക്രിസ്തു അന്നേ ദിവസം യെരൂശലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന 2 പേരോടൊപ്പം നടന്നതായും അവരോട് സംഭാഷിച്ചിരുന്നതായും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 13 മുതൽ വിവരിക്കുന്നുണ്ട്. തദവസരത്തിൽ യേശു മോശെ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ മോശയുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഹാനോക്കിനെക്കുറിച്ചും എടുത്തു പറയാവുന്ന നിലയിൽ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ച ഒരു പ്രവാചകനായി ഹാനോക്കിനെ നമുക്ക് കാണാം. അവൻ ദൈവത്തോടുകൂടെ 300 സംവത്സരം നടക്കുകയും പിന്നെ ദൈവം എടുത്തുകൊണ്ടതിനാൽ അപ്രത്യക്ഷനാകുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശബ്ദം നേരിൽ കേട്ട ഹാനോക്ക് ദൈവം തന്നെ അറിയിച്ച പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഹാനോക്കിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ദാസനായ യൂദയാണ് തൻ്റെ ലേഖനത്തിൽ ഈ പ്രവചനകാര്യം പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പ്രവചനത്തിൽ ഹാനോക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ സ്വഭാവവും ഉദ്ദേശവും വെളിപ്പെടുത്തിയിട്ടും ഉണ്ട്. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ ആദം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ച് പറഞ്ഞു. തിരുവെഴുത്തിലെ വെളിപ്പെടുത്തൽ പ്രകാരം 1-ാമത്തെ പ്രവാചകൻ എന്ന ബഹുമതി ഹാനോക്കിനാണ് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അരുളപ്പാട് മറ്റുള്ളവരെ അറിയിക്കുന്ന ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ. അത് യിരെമ്യാവിൻ്റെ പുസ്തകം 1:7-8 വാക്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ അവരോട് അറിയിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. മാത്രമല്ല 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ അറിയിച്ച എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന്
ഞാൻ ജാഗരിച്ചുകൊള്ളും എന്നാണ്. ദൈവനാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതിൽ കൂടുതൽ ധൈര്യം പകരേണ്ടതും പ്രാപിക്കേണ്ടതുമില്ലല്ലോ. പറയേണ്ടതെന്ത് എന്ന് അവിടുന്ന് പറഞ്ഞു തരും. മാത്രമല്ല, പറഞ്ഞത് നിവർത്തിക്കുവാൻ അവിടുന്ന് തന്നെ ജാഗരിച്ചുകൊള്ളും. ആകയാൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നമുക്ക് നിവർത്തിക്കാം. ഹാനോക്കിൻ്റെ ശ്രേഷ്ഠതയാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നവനും ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായവനുമാണ്. ദൈവത്തോടുകൂടെ നടന്ന് ഭാവി കാര്യങ്ങൾ മനസ്സിലാക്കിയവൻ അറിയിച്ച കാര്യങ്ങളുടെ കൃത്യതയും ശ്രേഷ്ഠതയും എടുത്തു പറയേണ്ടതില്ലല്ലോ. ഹാനോക്ക് തിരുവെഴുത്തിലെ മറ്റു പ്രവാചകന്മാരെ പോലെ സുദീർഘമായ പ്രവചനങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒറ്റ വാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാനമായ പ്രവചനം നടത്തിയ പ്രവാചകൻ എന്ന പേരും ഹാനോക്കിന് സ്വന്തം. ആ പ്രവചനത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും മൗനമായി എന്നാൽ വാചാലമായി തിരുവെഴുത്ത് സംസാരിക്കുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരാൻ പോകുന്ന പാഠങ്ങളിൽ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യങ്ങൾ ഓരോന്നായി ചിന്തിക്കാം എന്നാശിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.